ഹായ്, ഇന്ന് അപ്പത്തിൻ്റെയും ഒരു ചിക്കനും കുമ്പളങ്ങയും ഇട്ടിട്ടുള്ളൊരു ചിക്കൻ കറിയുടെയും കൂടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു പകുതി നാളികേരത്തിൻ്റെ പാല്, പിന്നെ 5 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ റവ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറുക്കിയെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഈസ്റ്റും, പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരിപ്പൊടി മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. റവ കുറുക്കുമ്പോൾ കട്ട പിടിക്കാണ്ട് നോക്കണം. തുടരെ ഇങ്ങനെ കുറുക്കുമ്പോൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ അരിപ്പൊടി ഫുള്ള് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് റവ കുറുക്കിയതും കൂടെ ഒഴിക്കണേ. ഈ റവ കുറുക്കൽ മാത്രമേ എനിക്കൊരു പണിയായിട്ട് തോന്നുന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഒക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പിന്നെ പഞ്ചസാര ഇവിടെ പഞ്ചസാരയുടെ മധുരം, ഈ അപ്പത്തിൽ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണ കാരണം ഞാൻ ഇത്ര പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ പാലും, അത് ഒരു കപ്പ്, ഈ ഒരു ചെറിയൊരു കപ്പാണെങ്കിൽ ആ ഒരു കപ്പ് പാലും കൂടെ വേണം. ഈ ജാറിൻ്റെ അടിയിൽ കട്ട പിടിച്ചതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരയ്ക്കണ സമയത്ത് അത് മിക്സി ചിലപ്പോൾ സ്റ്റക്കായി പോകും. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ടയൊക്കെ നല്ലപോലെ ഇങ്ങനെ അടിയിലത്തെ ഉടച്ചിട്ടാണ് മിക്സിയിൽ ഒന്നും കൂടെ അരയ്ക്കാറ്. ഇത് പ്രത്യേകിച്ച് ഇനി ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണ്ട്. ആ ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അത്രയ്ക്കേ പണിയുള്ളൂ. പിന്നെ ഇതിൽ ഈസ്റ്റും കൂടെ ഇടണം. ഇത് ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് ഉണ്ടാവും, അതും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് 2-3 മിനിറ്റ്സ് ഒന്ന് അരച്ചെടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തേ. എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് വീറാനായിട്ട് ഒഴിച്ചു. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് തന്നെ വീർത്ത് കിട്ടും കേട്ടോ. പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലാണ് ഇട്ട് വയ്ക്കുന്നത്. കുക്കറിൽ ചിക്കൻ ഇട്ട് കൊടുത്തു. അതിലേക്ക് പച്ചമുളക്, ഒരു 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തേ. പിന്നെ ഏകദേശം ഒരു വലിയ സബോള, അതും കൂടെ ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പിന്നെ പൊടികൾ ഇടാൻ തുടങ്ങാം. പൊടികൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മതി. പിന്നെ മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയേക്കാളും കുറച്ചും കൂടെ അധികമായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചാറ് കുറച്ച് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ആണല്ലോ മല്ലിപ്പൊടി കുറച്ച് അധികം ഇടുന്നത്. അപ്പോൾ നമ്മുടെ കറി കുറച്ചിങ്ങനെ കുറുകണ ആ ടൈപ്പാണ്. പിന്നെ അതിലേക്ക് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ അധികം മുളക് പാടില്ല, ഉള്ളിയുള്ളതല്ലേ, അവർക്കും കൂടെ കഴിക്കേണ്ട കാരണം ഞാൻ അധികം മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പോൾ മുളക് കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് ഈ ഇതിൽ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ അത് ആ ചിക്കനിലൊക്കെ നല്ലപോലെ പിടിക്കണ വിധത്തിൽ കുറച്ച് നേരം അത് നന്നായി തിരുമ്പി മയക്കി വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റോളം അത് നന്നായി മിക്സാക്കി വെച്ചു. ഈ കറി അപ്പം, ചപ്പാത്തി, എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ. കുബൂസ്, പൊറോട്ടയൊക്കെ അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പോൾ വീട്ടിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെ വീട്ടിൽ കുബൂസും കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുബൂസും വെള്ളയപ്പം കൂടെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കഴിക്കണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ട പിന്നെ സൂപ്പറാണ്, അതിൻ്റെ കാര്യം പിന്നെ പറയണ്ട, നല്ല ടേസ്റ്റ് കേട്ടോ പൊറോട്ടയുടെ കൂടെ. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 2 ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക, അത്രയ്ക്കേ ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ. പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങില്ല, അധികം വെള്ളം ഈ കറിയിൽ പാടില്ല. അപ്പോൾ ഞാൻ അതും കൂടെ അടച്ചിട്ട് ഒരു വിസിലടുപ്പിച്ച്, ഒരു വിസിൽ ഒക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞു. ഒരു വിസിലടിച്ച് ഞാൻ പിന്നെ അത് തുറക്കാനൊന്നും പോയില്ല. വിസിൽ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം 2ാം പാലൊഴിച്ചു. പിന്നെ കുമ്പളങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് അത് അരിഞ്ഞ് കഴുകി വാറ്റ വെച്ച കുമ്പളങ്ങയാണ്, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത്. നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ, വലിയ കുമ്പളങ്ങയായിരുന്നു. അത് പകുതി അമ്മ എടുത്തു, പകുതി ഞാനും എടുത്തു. ഓണത്തിനൊക്കെ എടുത്ത് ബാക്കി വെച്ചേക്കണ കുമ്പളങ്ങയാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിക്കണം. ആ വിസിൽ പൂർണ്ണമായിട്ട് കഴിയണം കേട്ടോ. അത് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്നും തുറക്കാനൊന്നും പാടില്ല, അപ്പോൾ ചിക്കനൊന്നും ശരിക്കും വേവില്ല. അപ്പോൾ ഇനി ഒരു വിസിലും കൂടെ മതി.
ചിക്കൻ വാങ്ങുമ്പോൾ ഞാൻ ഈ എല്ലിൻ്റെ പീസുകളാണ് കേട്ടോ ഇതിന് കുറച്ച് ടേസ്റ്റ് കറിക്ക് കൂടുതൽ. അപ്പോൾ എല്ലിൻ്റെ പീസുകളൊക്കെ ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ തൈരും ഉപ്പും പുരട്ടിയിട്ടാണ് കേട്ടോ വെക്കാറ്. ഞാനത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഒരു വിസിലും കൂടെ അടുപ്പിച്ച് വിസിലൊക്കെ ഫുള്ളായി കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒന്നാം പാലും കൂടെ ഒന്നാം പാൽ ഒഴിച്ച് അധികം ഒന്നും തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ തള വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണേ. അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി ഉപ്പൊന്നും വേണ്ട. അപ്പോൾ ഞാൻ തള വന്ന് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും. അങ്ങനെ നമ്മുടെ വെള്ളയപ്പമാവൊക്കെ നല്ല പോലെ വീറിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കുകയാണേ. നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ വെള്ളയപ്പം. ആദ്യം ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് അത് കുതിർത്ത് അത് അരച്ച് പിന്നെ അത് എന്താ പറയുക കുറുക്കി പിന്നെ അതിൽ നാളികേരപ്പാലൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ നല്ല സിമ്പിളായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ തിളച്ച് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കുറച്ച് നേരം അടച്ച് വെച്ചേ. പിന്നെ നമ്മുടെ ഉള്ളി കാച്ചി ഒഴിക്കണേ. അതിന് വേണ്ടിയിട്ട് സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ എക്സ്ട്രാ ഒരു 2 വെളുത്തുള്ളി അതും കൂടെ ഇട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് സാധാരണ മൂപ്പിക്കണ പോലെ തന്നെ. എന്നിട്ട് അതിലേക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഞാൻ താളിച്ചൊക്കെ ഒഴിച്ചു. പിന്നെ വെള്ളയപ്പം കുറച്ചും കൂടി ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 2 മിനിറ്റും കൂടി ഞാൻ അത് അടച്ചു വെച്ചു. അങ്ങനെ വെള്ളയപ്പമൊക്കെ ആയി. അങ്ങനെ വെള്ളയപ്പം കുബൂസും ഈ കറിയും കൂടെ ഞങ്ങൾ കഴിച്ച് കാട്ടിത്തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും. ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ടാറ്റാ, ബൈ ബൈ, സീ യു.